നിസീസ് ആർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2026 സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. 2026 ഫസ്റ്റ് വീഡിയോ ആണിത്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആ ഒരു വീഡിയോ ആണ്. റെസിപ്പി വീഡിയോ, ക്ലീനിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഒരു 3-4 കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയതാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാമല്ലോ എന്ന്. എന്നും ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണല്ലോ വരല്. അപ്പോൾ ഇങ്ങനെ നേരിട്ടിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവുമല്ലോ. നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കണം. അപ്പോൾ ഈ ടൈപ്പ് വീഡിയോസിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ ഇങ്ങനെ സംസാരിക്കുക സ്ഥിരമായിട്ട് ഇങ്ങനെ അല്ലല്ലോ, വോയിസ് ഓവർ കൊടുക്കലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് ഉണ്ടാവും, സ്പെല്ലിംഗ് മിസ്റ്റേക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കണം. കുറേ കാലമായി, നിങ്ങൾ 4 വർഷമായി നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. 5ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ 2026 മെയ് വരുമ്പോൾ 5 വർഷമാവും കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ വലിയൊരു സക്സസ് എന്ന് പറഞ്ഞൂടാ, എന്നാലും കുഴപ്പമില്ലാതെ രീതിയിൽ പോകുന്നുണ്ട്. മൈൻഡിനൊരു റിലാക്സ് ആണിത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് മടി വരും. മടി വരുമ്പോഴാണ് ആകെ വീഡിയോസിന്റെ താളൊക്കെ തെറ്റുക, വീഡിയോ എടുക്കുന്ന ആ ഒരു പീരീഡ് നീളം കൂടുക എന്നൊക്കെ. അപ്പൊ ഈ 2026 മടിയൊന്നും ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് വേണം വീഡിയോക്ക്. എനിക്ക് വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കണ്ടാലല്ലേ എനിക്ക് പുതിയ കാര്യങ്ങൾ പറയാനും പിന്നെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് നീട്ടി വലിക്കുന്നില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2025 ചിലപ്പോൾ ഒരുപാട് നഷ്ടങ്ങളും പിന്നെ ഒരുപാട് സന്തോഷങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എനിക്ക് വലിയൊരു തെറ്റില്ലാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ പോയത്. സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ് എന്നൊക്കെ പറയാം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലല്ലോ. വിഷമിച്ച് നമ്മൾ ഒരുപാട് 2025 വേദനകൾ ഉണ്ടാവും, നമ്മളെ ഇന്ന് വിട്ടുപിരിഞ്ഞ ആളുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനെയൊക്കെ സങ്കടത്തിലുണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, കടക്കിണിയിൽ പെട്ടവരുണ്ടാവും. അപ്പൊ അതൊക്കെ പോട്ടെ, ഈ 2025 നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ 2026 നമുക്കൊരു പുതിയൊരു ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ആ വിഷമങ്ങൾക്കൊന്നും നമ്മൾ ഇത് കൊടുക്കരുത്. ഞാനിപ്പോൾ പറയുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ആളുമാണ്, പെട്ടെന്ന് കരയുന്ന ആളാണ്. അൽഹംദുലില്ലാ ഈ ഒരു വർഷമല്ല, കുറച്ച് കാലമായിട്ട് വലിയൊരു സങ്കടം എന്നുള്ള പഠിച്ച എനിക്ക് തന്നിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ വീണ്ടും പറയാണ് ഞാൻ. വീട്ടിലത്തായാലും പിന്നെ കുട്ടികൾ മനുവിന്റെ ഒരു കല്യാണത്തിന്റെ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ട് കയ്യിൽ, മനസ്സിൽ പെട്ടെന്നൊന്ന് നടന്നു കിട്ടണം എന്നുള്ള. അപ്പൊ അത് പഠിച്ചവന്റെ വിധി പോലെയൊക്കെ നടക്കട്ടെ എന്നാണ് നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് തള്ളിക്കളയാം. ആ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് പോലും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും അല്ലെ. എന്റെ സ്ഥിതി അങ്ങനെ കേട്ടോ. വിഷമിച്ച് ഇങ്ങനെ മൂഡ് ഔട്ട് ആയിക്കാണ്ട് എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നതുകൊണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ എങ്ങനെ ഫുഡിന്റെ കാര്യം എന്താ വെച്ചാൽ അതിപ്പോ തുടക്കത്തിലൊരു കാര്യമായിട്ട് പറയാട്ടോ, അതൊരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ വീട്ടില് എന്തെങ്കിലും പിന്നെ പരിപാടികൾ നടക്കാക്കൂലല്ലോ. ബർത്ത്ഡേ ആയാലും സൽക്കാരായാലും കല്യാണത്തിന്റെ സൽക്കാരം, അങ്ങനെ പല വിധത്തിലുള്ള പരിപാടികൾ ഉണ്ടാവും. ആ പരിപാടിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ ആ ഒരു ആവശ്യം ഒരു 5 ആക്കായാലും 10 ആക്കായാലും നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക. എന്തും ആയിക്കോട്ടെ. ഇനിയിപ്പോ ഈ യൂട്യൂബിൽ എന്ത് അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും അല്ലെ. സെർച്ച് ചെയ്താലും കിട്ടും. എന്ത് വിഭവമാണെങ്കിലും അതിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കുന്നുള്ളൂ. അത് നമ്മളൊരു ഇതിനനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ആളുകൾക്ക് വിളമ്പുക. ഇടക്കായിക്കോട്ടെ, ചിലപ്പോൾ അടി പിടിക്കും, കരിയും എല്ലാം ചെയ്യും. അതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഉണ്ടാക്കിയാണ് നമ്മൾ ഒരു കോൺഫിഡൻറ്റ് വരും നമുക്ക്. കുറച്ചാണെങ്കിൽ ആദ്യം കുറച്ചുണ്ടാക്കുക, ഒരു 5 ആൾക്ക് ഉണ്ടാക്കുക, പിന്നെ ഒരു 10 ആൾക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇനി ആ ഉണ്ടാക്കുന്നത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവില്ല. കുറച്ച് കുടുംബക്കാർ, നമ്മുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരുണ്ടാവും, നമ്മളെ കുടുംബക്കാരുണ്ടാവും, നമ്മളെ മക്കളെ കല്യാണം കഴിച്ചാണെങ്കിൽ. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോയി ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ പങ്കാളിയാവും ഫുഡ് ഉണ്ടാക്കണേൽ. അങ്ങനെയുണ്ടോ, ഞാൻ ഹെൽപ്പറായിട്ട് തന്നെയാണ് കുറേ കാലം നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പക്ഷെ ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടി വേണം കേട്ടോ, അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന്നൊരു ചെറിയൊരു വരുമാനം ചെറുതേ ഫസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഈ വരുമാനം കയ്യിൽ സ്വന്തമായിട്ട് വരിക എന്ന് പറയുമ്പോൾ വലിയൊരു കോൺഫിഡൻ്റ് ആണ് കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക്. നല്ല വരുമാനമുള്ള ആളുകളുണ്ടാവും, ജോലിയുള്ളവരുണ്ടാവും. അവരോടൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ എന്നെ പോലെ വീട്ടിലിരിക്കുന്ന, ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത്. അപ്പൊ ചെറിയൊരു വരുമാനം, ഒരു മാസം ഒരു 5000 രൂപ നമ്മൾ ആദ്യം
ഫോക്കസ് ചെയ്യുക. ഒരു 5000 രൂപ നമുക്ക് എനിക്ക് ഈ ഒരു മാസം ഉണ്ടാക്കണം, അങ്ങനെ ടൈലറിങ് ആയാലും കുട്ടികൾക്ക് ട്യൂഷൻ, അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഒരുപാട് എന്താ പറയുക വഴികളുണ്ട് നമുക്ക്. ഒരു 10 രൂപ അത് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുണ്ട്. അപ്പം അത് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ നല്ല വരുമാനം കിട്ടി നമ്മൾ ഭർത്താവിനെ മെക്കിട്ട് കയറാനോ പിന്നെ വലിയ അഹങ്കാരം കാണിക്കാനോ അങ്ങനെയൊന്നും നിൽക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ കുടുംബജീവിതം ആകെ താളം തെറ്റും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റും വലുതും നമ്മുടെ കുടുംബം തന്നെയാണ്. നമ്മളെ ഭർത്താവ്, നമ്മളെ മക്കൾ, നമ്മളെ ഉമ്മ ബാപ്പ, അതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. നമുക്ക് ഒരു വരുമാനം കിട്ടി വെച്ചിട്ട് ഒരു വലിയ അഹങ്കരിച്ചിട്ട് നമ്മൾ അവരെ തള്ളി പറയുകയോ അവരോട് ദേഷ്യം പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊന്നും വേണ്ട. അതൊന്നുമല്ല. ഒക്കെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രചോദനവും വലിയ എന്താ പറയുക ഒരു അഭിമാനവും നമ്മളെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ, നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോഴാണ് ഒരു പെണ്ണിന് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ വേറിട്ട് പോയി ഭർത്താവിനോട് കച്ചറ കൂടി വീട്ടിൽ പോയി അതൊന്നും ഒരു എന്താ പറയുക ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഇതല്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫാമിലി ആയിട്ട് എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കളെയും കൂടി ജീവിക്കുന്നത് എന്നാണ് കേട്ടോ എനിക്ക് സന്തോഷം. എനിക്ക് അതാണ് ഏറ്റവും വലുതും. അപ്പം അതേപോലെ തന്നെ നമ്മളും അത് കണക്കാക്കിയിട്ട് ജീവിക്കുക സന്തോഷത്തോടു കൂടി. ഉള്ളതിൽ പിന്നെ കുറഞ്ഞ വരുമാനത്തിലേക്ക് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമല്ലോ. അപ്പം നമ്മളെ ഭർത്താവിനും നമ്മളെ മക്കൾക്കോ ഒക്കെ ഒരു കാര്യം കൂടിയാണ് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാകുമ്പോൾ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരുമാനം കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതൊക്കെ. അപ്പം ഇനിയും ഞാൻ നീട്ടി പരത്തി പറയല്ല കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷത്തെ എന്തോ വിഷമങ്ങളായിക്കോട്ടെ, ഈ വർഷം നമ്മളൊരു എന്താ പറയുക അതിനൊക്കെ ഒരു മോചനം നേടിയിട്ട്, ആ ഒരു എന്താ പറയുക ദുഃഖത്തു നിന്നും പ്രയാസത്തു നിന്നൊക്കെ മോചനം നേടിയിട്ട് നല്ല രീതിയിൽ പിന്നെ നമ്മളൊരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതന്നെയാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ചിട്ടയായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ കൊണ്ടെടുക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എണീക്കുക എന്നുള്ളത് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും അത് ചെയ്യണം എന്നുള്ളൊരു നമുക്ക് എവിടെയെങ്കിലും ടൂർ പോകാനോ എനിക്കിത് എന്തെങ്കിലും ഓർഡർ കിട്ടുമ്പോഴൊക്കെ ഞാൻ നേരെ 3 മണിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എണീച്ച് ടൂർ പോകാനാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയ ഡ്രസ്സ് മാറി പോവുകയൊക്കെ ചെയ്യല്ലോ. അപ്പം അതേപോലെ തന്നെ ഡെയിലി ഞാനത് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി പറയുന്നത്. നേരത്തെ എണീച്ച് നമ്മൾ ആ ലൈഫ് ആ ഒരു ദിവസം മാനേജ് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമ്മൾ വീടും ഇതൊക്കെ നല്ല വൃത്തിയിൽ നല്ല ഇതിൽ വെക്കുക. നമ്മളെ എല്ലാവരും ഉണ്ടാവും, നമ്മളെ ഉമ്മ വാപ്പ ഒക്കെ ഉണ്ടാവും. അവരൊക്കെ സ്നേഹിക്കുക. നമ്മളെ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നാളെ നമ്മളും അതേ രീതിയിൽ വരും. വയസ്സാവും, നമുക്ക് അസുഖങ്ങൾ വരും. അപ്പോൾ അതൊക്കെ ആ ഓർത്തുകൊണ്ട് തന്നെ അവരെ പരിചരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. ഞാൻ കാരണം കമൻറ്റിൽ അധികം കാണലുണ്ട് പിന്നെ ഞാൻ വീട് അത്ര വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ അല്ല പിന്നെ അവരൊക്കെ ഇതാക്കും അങ്ങനെ എന്നൊക്കെയുള്ള കുറേ പ്രയാസങ്ങൾ പറയുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഇത് ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതാ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന കൂട്ടിൽ നിൽക്കുക. എനിക്ക് കംഫർട്ട് അല്ലാത്തടത്ത് ഞാൻ ഒരിക്കലും നിൽക്കൂല കേട്ടോ. അതിന് കുടുംബത്തിലായാലും കുടുംബക്കാരെടുത്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഒക്കെ എനിക്ക് കംഫർട്ട് ഉള്ളോട്ടേ ഞാൻ നിൽക്കുള്ളൂ. പക്ഷെ എന്താ ഞാൻ മെല്ലെ പോരും. ഞാൻ ഓരോടൊരു പരാതിക്കോ പരിഭവത്തിനോ ഒന്നും നിൽക്കില്ല, ഞാൻ മാറി നിൽക്കുക ചെയ്യുക. അപ്പോൾ അതേപോലെ നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക. നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ആവണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ നല്ലോണം നിന്ന് അപ്പുറത്ത് പോയി നമ്മളെ നെഗറ്റീവോ അല്ല നമ്മളെ പോരായ്മകളോ പറഞ്ഞ് ചിരിക്കുക കളിയാക്കി ചെയ്യുന്നവരായിട്ട് ഒരിക്കലും കൂടെ കൂട്ടുകൂടരുത്. നമ്മളെ ഇതും കൂടിയാണ്. പിന്നെ നമുക്കും കൂടി അത് ദോഷമാണ്. പിന്നെ അതേപോലെ പിന്നെ മറ്റുള്ളവരെ എന്ത് പറയും അല്ല എന്ത് കരുതും എന്ന് വിചാരിച്ച് നിൽക്കുക വേണം. നമ്മളെ ലൈഫ് സ്പോയിലായി പോകും. നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് ഒന്നും നോക്കണം. നമ്മളെ ഭർത്താവ്, നമ്മളെ മക്കൾ, നമ്മളെ കുടുംബം അവർക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. നാട്ടുകാർ പലതും പറയും. അവരാരുണ്ടാവും നമ്മളൊരു സങ്കടത്തിൽ ഒരു നിമിഷം കണ്ണീരൊപ്പാൻ അവർ വരില്ല. നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ പൈസ തന്ന് സഹായിക്കാൻ അവരുണ്ടാവില്ല. ഒക്കത്തിനും നമ്മളെ കുടുംബമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെ കുടുംബത്തിനെ ചേർത്ത് പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം, ടൈലറിങ് പഠിക്കാം. അപ്പം ഈ ഒരു വർഷം 2026 കുറേ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയില്ല. അത് മെയിനായിട്ടാണ് ചുരിദാർ സ്വന്തമായിട്ട് എൻ്റെ ആഗ്രഹം പറയാം കേട്ടോ. സ്വന്തമായിട്ട് ഇപ്പൊ 2026 ലാസ്റ്റ് ആകുമ്പോൾ നോക്കാലോ നമുക്ക് എന്തൊക്കെയാണ് ഞാനത് എന്താ പറയാ നേടിയെടുക്കുന്നുണ്ടോ. അതേപോലെ പിന്നെ ചുരിദാർ സ്വന്തമായിട്ട് അടിക്കണം. കാല് അകത്തൊക്കെ അടിക്കും, പക്ഷെ ചുരിദാറിന്റെ ടോപ്പ് അടിക്കാനാണ് കോൺഫിഡന്റ് ഇല്ല. അപ്പൊ അത് പഠിക്കണം. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. 2 വീലറിന്റെ ഉണ്ട്, 4 വീലർ ഓടിക്കണം. പിന്നെ സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങണം. കാറ് വാങ്ങിച്ചാൽ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി കൂടിയിട്ടാണ്. അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ട് കേട്ടോ. എന്താ നടക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നടക്കണം. അതേപോലത്തെ കുറേ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഒരു ലൈഫല്ല ഒരു ദിവസം ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ. ഇനി ഞാൻ പറയുന്നത് ചിലപ്പോൾ ഈ ഓർഗനൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ഈ സ്റ്റെപ്പായിട്ടുണ്ടാവില്ല, അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പം എൻ്റെ മൈൻഡിൽ വരുന്ന ഞാനൊന്ന് എഴുതി വെക്കുക. സാധാരണ ഞാൻ പോയിന്റുകളൊക്കെ എഴുതി വെക്കലുണ്ട്. ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു വീഡിയോ എടുക്കലായതുകൊണ്ടാണ് കേട്ടോ. മിസ്റ്റേക്ക് ഒരുപാട് ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം തന്നെയാണ് പിന്നെ പറയുന്നത്. പിന്നെ നമ്മളൊരു ദിവസം അല്ലെങ്കിൽ നമ്മളൊരു മാസം, ഒരു വർഷം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ എന്താ പറയുക നല്ല ചിട്ടയോട് കൂടിയിട്ട് നമ്മളെ പ്രാർത്ഥന ആണെങ്കിലും പിന്നെ അതേപോലെ
പിന്നെ നമ്മൾ വരുമാന മാർഗം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ വീട്ടിലത്തെ കാര്യം ഒക്കെ ഒന്ന് ചെയ്യാനൊരു എന്താ പറയുക ഒരു ചിട്ടയായിട്ടുള്ളൊരു ഇത് വരണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഒരു ചിട്ട ഉണ്ടാവലില്ല കേട്ടോ, ചില കാര്യങ്ങൾക്കൊന്നും ചിട്ട ഉണ്ടാവില്ല. കുറേ നേരപ്പവും അങ്ങനെ വീണ് എണീറ്റ് ആ ഒരു രീതിയിലാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ കേട്ടോ, വീട്ടിലത്തെ ദിനചര്യകൾ. അപ്പൊ അങ്ങനെ ഒരു ഇത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മൈ ഡെയിലി ജേർണൽ എന്നാണ് ഇതിൽ പറയുക. അപ്പൊ ഇതിൽ നമ്മളെ ഗോളുകൾ, നമുക്ക് ഈ വർഷം എന്തൊക്കെയാണ് നമുക്ക് നേടേണ്ടത്, നമ്മളെ എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, പിന്നെ എന്താ പറയാ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പൊ അതിങ്ങനത്തെ ഒരു ഇത് ഉണ്ടാകുമ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇതിലിങ്ങനെ ഓരോന്നും നമുക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ, ഓരോ ആഴ്ചന്റെ കാര്യങ്ങൾ, പിന്നെ എന്താ പറയാ മീൽ പ്ലാനിങ് വരെ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ക്ലീനിങ്ങിന്റെ കാര്യം അങ്ങനത്തെ ഒക്കെ ഉണ്ട്, ഒക്കെ ചെയ്യാൻ പറ്റിയുള്ള ഒരു ബുക്കാണ് കേട്ടത്, ഒരു വർഷത്തെ കാര്യങ്ങളാണ്. അപ്പൊ ഞാനിത് ഓരോ ദിവസവും നമ്മൾ ഇതിൽ ചെയ്തു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും, നമ്മൾ നിസ്കരിക്കുന്ന കാര്യമാണെങ്കിലും, പിന്നെ ഈ മറ്റുള്ള ആൾക്കാർ ഓരോ രീതിയിലുള്ള പ്രാർത്ഥന ആണെങ്കിലും ഒക്കെ ഇതിൽ ടിക്ക് ഇട്ടേക്കും. നമുക്കത് നോക്കാം. നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തുമാത്രം നല്ലോണം മുന്നോട്ട് പോയിക്കണേ, നമ്മൾ എവിടെയെങ്കിലും വീണുക്കണോ, ചെയ്യാതെ മുന്നോട്ട് പോയി വീണുക്കണം, അങ്ങനെയൊക്കെ ഒരു കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒരു ബുക്ക് വാങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അതേപോലെ നിങ്ങൾക്ക് പറ്റിങ്ങി ബുക്ക് വാങ്ങണമെന്നൊന്നുമില്ല, ഇത് 300 രൂപയാണ്. 300 രൂപ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങണമെന്നൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് പഴയ ഡയറി ഉണ്ടാവും അല്ലെ, 2026 ഡയറി ഉണ്ടെങ്കിൽ അതിൽ വരച്ചാലും മതി കേട്ടോ, അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്താലും മതി. പക്ഷെ ഇതൊരു നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനിങ്ങനെ അത് തുടർന്ന് നല്ല രീതിയിൽ എനിക്കൊരു കുറച്ച് ഗോളുകളുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, അതൊക്കെ ഒന്ന് നേടണം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ തുടങ്ങണ്ടീനി. അപ്പോൾ എൻ്റെ കുഞ്ഞനുജത്തിമാരോട് ഞാൻ പറയാണ്, എനിക്ക് ഒത്തിരി പ്രായം കൂടിപ്പോയി, ഞാൻ ഓരോ ട്രാക്കിലേക്ക് വരുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു പോയി. നിങ്ങളിപ്പോൾ ഒരു 30, 35, 40 വയസ്സായ കുട്ടികളുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയാനുള്ളത്. അപ്പം നിങ്ങൾ ലൈഫ് നല്ല രീതിയിൽ ഈ നാളെ ഇനി പഠിക്കണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പഠിക്കുക, ജോലി നേടണമെന്ന് ജോലി നേടുക. കുറച്ച് കഴിഞ്ഞ് 50 വയസ്സോ 45, 50 വയസ്സായിട്ട് നമുക്ക് അത് ചെയ്യാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, കാലം കഴിഞ്ഞു പോകും. പിന്നെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് ഇക്കാക്ക ഇവിടെ എൻ്റെ കൂടെ അല്ലേ, ഇനി ഗൾഫിലായി കുറേ വർഷങ്ങൾ. അപ്പോൾ ഗൾഫുകാരുടെ വീട്ടുകാർക്കുള്ള ഒരു പരിമിതികളുണ്ട് ഒരുപാട്. അപ്പൊ ആ ഒരു പരിമിതി പെട്ടുപോയതാണ് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അപ്പൊ ഈ ഒരു വൈകിയ വേളയിലാണെങ്കിലും എല്ലാം ഒന്ന് എന്താ പറയാ, എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റുന്ന ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടി. അതേപോലെ തന്നെ എൻ്റെ മക്കളും ഒന്നും എന്നെ കളിയാക്കേ പരിഹസിക്കേ ഒന്നും എന്നെ പറയില്ല. എന്ത് ഞാൻ ചെയ്താലും സപ്പോർട്ടാണ് എനിക്ക്. അങ്ങനത്തെ ചെയ്യുമ്പോൾ കേട്ടോ, അല്ലാത്തല്ല എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് അത് അൽഹംദുലില്ലാ എന്ന് തന്നെ പറയാം. അൽഹംദുലില്ലാ. അതേപോലെ തന്നെ നമ്മളെ ഭർത്താവ് ചില പെൺകുട്ടികളെ ഭർത്താക്കന്മാരെ ഇതിനൊന്നും സമ്മതിക്കാത്തവരുണ്ടാവും. പക്ഷെ അവരൊക്കെ കാര്യം പറഞ്ഞ് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഓലെ കൂടെ നിൽക്കുക, ഓലയും കൂടി ചേർക്കുക. അപ്പോൾ ഓലില്ലാതെ നമ്മൾ ഒറ്റക്ക് അഹങ്കാരത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്കതൊന്നും നടക്കില്ല. ഓരോ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി വിജയിക്കാൻ പറ്റും. നമ്മൾ ഒറ്റക്ക് ജീവിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ, മെന്റൽ സപ്പോർട്ട് വേണം, എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നല്ല, പറ്റുന്നവരുണ്ടാവും കേട്ടോ. അതെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ എന്നെപ്പോലെ ജീവിക്കുന്ന പോലെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ആരും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ നമ്മൾ 2026 നമുക്ക് അടിപൊളിയാക്കണം എന്നാണ് കേട്ടോ. കൂടെ നിങ്ങൾക്ക് പറ്റുന്ന ഉപദേശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വലിയ ഉപദേശിക്കാൻ പറ്റിയിട്ടുള്ള വലിയ മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥനയോട് കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് സക്സസ് ആവും, ഉറപ്പാണ്. ഞാൻ എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി എന്തൊരു ഒരു 2 കിലോ ബിരിയാണി വെക്കുകയാണെങ്കിൽ പോലും ഞാൻ നല്ലോണം പ്രാർത്ഥിച്ച് പഠിച്ചവരോടൊക്കെ തേടി അങ്ങനെ ഇതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കല്. അതുകൊണ്ട് നമുക്കൊരു വേറൊരു തട്ടോ മുട്ടോ അല്ലെങ്കിൽ ദോഷങ്ങളോ വരൂല എന്നാണ് എൻ്റെ ഒരു അനുഭവം പറയുന്നത്. ഇതൊക്കെ ഞാൻ കുറേ പറഞ്ഞ് നീട്ടി പരത്തിയില്ലായിരുന്നു, സോറി കേട്ടോ, ഞാൻ കുറേ പറഞ്ഞുപോയി. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു കോൺഫിഡൻറ്റ് വരികയാണെങ്കിൽ കുറേ കാര്യങ്ങൾ വീഡിയോ ചെയ്യാതെ തന്നെ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ നേരിട്ട് വന്ന് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ, അതിലേക്കുള്ള ഒരു പടിയാണെന്ന് കൂട്ടിക്കോട്ടോ. അപ്പൊ 2026 കുറച്ചും കൂടി എന്താ പറയാ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഈ യൂട്യൂബ് ആയാലും കാറ്ററിംഗ് ആയാലും ഒന്നുകൂടി ഒന്ന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. യൂട്യൂബ് പറ്റ മോശമായിക്കൊണ്ടാണ് ഞാൻ പോണത്, വീഡിയോ ഒന്നും അങ്ങനെ ഇടാതെ. അപ്പൊ നല്ല വീഡിയോ ഇടാൻ എനിക്ക് സാധിക്കട്ടെ. അതേപോലെ തന്നെ എൻ്റെ അനിയത്തിമാരോട് പറയാണ്, എല്ലാവരും എൻ്റെ കൂടെ നിങ്ങളെ
നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ വാക്കുകൾ കൊണ്ടാണെങ്കിലും ഒക്കെ കേട്ടോ. ഒരു മെന്റലി സപ്പോർട്ട് എന്തായാലും വേണമല്ലോ. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കല്യാണത്തിന് പോകാനുള്ള സമയം അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ എന്താ പറയുക, ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.